ഹലോ ഹബീബ്. How are you? Who are you? Now who are you? ഹുസൈൻ. ഹബീബ് മാമ. ഹബീബ് അങ്കിൾ. ആണ് മക്കളെ. ഈ ഗേറ്റ് എങ്ങനെ തുറക്കുക? തുറന്നേരാ. നിങ്ങളെ ആ ഗേറ്റിന് മുന്നേ പോയി നിട്ടേ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ പറയണോ, മന്ത്രം കുന്ത്രം സമ്പ്രദായം. മന്ത്രം കുന്ത്രം സമ്പ്രദായം. തുറക്കുന്നുണ്ട്. ഒന്ന് പോടാ കള. എന്നടാ എന്റെ കളി. നിങ്ങൾക്ക് കളിക്കോപ്പൊക്കെ ഇഷ്ടായോ? ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവൂല. പിന്നെ അതിലൊന്നുമില്ല, എന്റെ തുണി കുപ്പായ. എന്താണ് മക്കളെ ഇത്? ആ കുഞ്ഞാക്ക സ്നേഹത്തോടെ വാങ്ങി തന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ മോത്ത് ഇച്ചിരി സന്തോഷം കാണിച്ചു നിങ്ങൾക്ക്. സന്തോഷം അതും ഈ താവളനെ കൊണ്ട്. ആയിക്കോട്ടെ, കാണിച്ചരാ. ഷാനമോളെ വാ. കുഞ്ഞാക്കാൻ്റെ ഒരു മൊയല്. ഷാനമോളെ നോക്കൂ, എന്റെ തവളയുടെ കണ്ണുകൾ കത്തുന്നു. പടച്ചോനെ, കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കുട്ടികളൊരു ബഹളം. നിങ്ങൾ അച്ഛൻ്റെ അങ്ങോട്ട് മാറിന്ന് കളിച്ചോളി. എന്തിനാണ് കുഞ്ഞാക്ക ഈ കുട്ടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കണേ? ഓരൊക്കെ വലിയ കുട്ടികളായില്ലേ, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ വെറുതെ പൈസ കളയാൻ? ഓൾക്ക് കുട്ടിക്കാലം പരമാവധി കിട്ടണം. ഓലൊന്നും അറിയരുത്. അവരിങ്ങനെ ഓരുടെ ലോകത്ത് കളിച്ച് രസിക്കണം. ഇത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഓട്ടോമൊബൈലൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങിയേനെ. അവന്റെ തമാശ. നിങ്ങൾക്ക് ജ്യൂസിന് മധുരം കുറവോ കൂടുതലോ? കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഒരു മദ്യത്തിൽ പിടിച്ചോ. മദ്യം? അത് മദ്യം, ഇത് മദ്യം. നടു ഈ സ്ലേറ്റ് പെൻസിൽ എടുത്തിട്ട് വാ, ഞാൻ പഠിപ്പിച്ചുതരാം. വാലേക്കും ഇസ്ലാം. കുഞ്ഞാക്കകത്തുണ്ടോ? അമ്മായി വിളിച്ചിരുന്നു. അന്ന വിളിച്ചിരുന്നു. ഇല്ല. എന്താ? കുഞ്ഞാക്ക് ഇവിടെ നിൽക്കാനുള്ള രേഖകളുണ്ടോന്ന് അമ്മായിക്ക് ഒരു ഡൗട്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ചോദിക്കാതെ വിട്ട് അമ്മായി അത് അലമ്പാക്കും. അത് നിങ്ങൾക്ക് ചോദിച്ചാ പോരെ? ചോദിച്ചതിന് ഉത്തരല്ലോ മൂപ്പർ പറയാ. അത് ശരിയാ. ഞാൻ ഒരു ഐറ്റി എടുക്കും. ഇച്ചിരി കൂടെ നിന്നാ മതി. അസ്സലാമു അലൈക്കും കുഞ്ഞാക്ക. വാലൈക്കും അസ്സലാം. എന്താണ് റെഡിയായി വാ. മാമ ഫസ്റ്റ് മൊബൈല് സ്ലൈഡ് ഫോൺ. ഞാൻ ക്രയോൺ വെച്ച് കണ്ണിലല്ല, താഴെ വെക്കി. ഇനി എന്താ വെച്ചാല് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അവസാനം വരെ വെക്കാൻ സാധനങ്ങൾ കയ്യിലുള്ളവര് ജയിക്കും. ഇതെന്തൊരു തല്ലിപ്പൊളി കളിയാണ്. സത്യം ഹബീബ, ഈ കളിയിൽ ഈ കുടുംബം എന്നോട് തോൽക്കും കേട്ടോ. കാരണം എന്റെ അടുത്തുള്ള അത്രയും കുണ്ടാവണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. നോക്കിക്കോ. കളിയായാലും കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരണ്ടേ? കളിയിലായാലും ജീവിതത്തിലായാലും പ്രിപ്പയർ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. മോമ വെച്ചോ. എന്റെ വീടിന്റെ താക്കോല്. എന്നാ ഞാൻ എന്റെ ചാവി വെച്ചു. ഞാൻ എന്റെ വാച്ച് വെക്കാൻ പോവാ. എന്നാ ഞാനും എന്റെ വാച്ച് വെച്ച്. മാമ ഇതൊക്കെ എന്താ? മോമ മുഴുവൻ കച്ചറയാണല്ലോ വെക്കണേ. ഇതെന്തിനാ മാമ ടൂത്ത് പിക്ക് കൊണ്ടടക്കണേ? എപ്പോഴാ അവർ ആവശ്യം വേണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം വന്നില്ലേ, കണ്ടില്ലേ? ഷാനുമോക്ക് വിടാനുള്ള പരിപാടി ഇല്ല. എന്നാ ഞാൻ എന്റെ പേഴ്സ് വെച്ചു. ഞാൻ എന്റെ വള വെച്ച്. ഞാൻ അവസാനം ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ 25 പൈസയാ. 10-27 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ആകെപ്പാടെ എന്റെ ഉണ്ടായിരുന്നു ഇതാ. ഇനി ഒന്നും ഇല്ലാണ്ട് ഈ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നാലും എന്റെ ധൈര്യം തൊട്ടാ അത് വെച്ചിട്ടാ. ഞാൻ തോറ്റ്, എന്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ തോറ്റ്. ഇവനാണല്ലേ തോറ്റപ്പോ എന്താ കുഴപ്പം? വിളിക്കണ്.
ഈ ഇങ്ങനെ മുത്തുകൾ പൊറുക്കി പൊറുക്കി ഇട്ട മാമ നോക്കിയുള്ളൂ. ഇനി മാമാന്റെ ആ പാടെയുള്ള ഇതാ. ഇത് സൂക്ഷിക്കാൻ വേണ്ടിയാ മാമ ഈ പേഴ്സ് തന്നെ കൊണ്ട് നടക്കണത്. ഒന്നുമല്ല, നമ്മുടെ ഈ പരക്കം പാച്ചിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയാ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടരുതല്ലോ. ദാ അത് വെച്ച് ദാ ഇനി ഇന്റെ അടുത്ത് ആ പാടെയുള്ള ഈ പേഴ്സാണ്. മാമ തോറ്റ്. ദാ ഇത് കൂടെ വെച്ച് സാരടാ, നമ്മളെ ഷാനു മോളല്ലേ. ചേച്ചി എന്താണ്ടാ ഒന്നുമില്ല മാമ. എന്താ നിങ്ങള് എന്നാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഞാൻ വിചാരിച്ച ജയിക്കായിരുന്നു. ഇന്നത്തെ കളി ഇനി സാധനങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ പുറത്തെടുക്കാൻ. ഞാൻ ഇത് എടുക്കായിരുന്നു അറിയോ? നമ്മളെ കുട്ടികൾ കളി തോക്കാതിരിക്കാനാ. ഓ പിന്നെ കുഞ്ഞാക്കണ്ടയിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പോയിക്കാണി മാമങ്ങള്. എടാ ഹിമാറ, ഈ കാണ് ഇത് കണ്ട. ഇത് ഞാൻ പുറത്തെടുത്താ. ഡ്രൈവിംഗ് ലൈസൻസ് സെപ്പറേറ്റ് സൈഡിൽ കാണ്. നോക്കട്ടെ. എന്താടാ ഈ ഇതുവരെ എമറേറ്റ് സൈഡ് കണ്ടിട്ടില്ലേ? അന്റെ നോട്ടം കണ്ട എനിക്ക് സംശയം തോന്നില്ല അനക്ക് എമറേറ്റ് സൈഡ് ഉണ്ടോന്ന്. മോളെ കഥീജ, ചെക്കന്റെ വീടും പത്രാസൊക്കെ കാണുമ്പോ മൊത്തത്തിലൊരു കള്ളത്തിന് മണക്കലുണ്ട് കേട്ടോ. അല്ല കുഞ്ഞാക്ക, ആ ഇങ്ങക്ക് ഇതൊക്കെ നിർത്തിട്ട് നാട്ടിൽ പോയിക്കൂടെ? അതൊരു കാര്യം. അമ്മായും കുട്ടികളൊക്കെ പാടെ പാവല്ലേ. പോണം. ഇനി പോയാ ഒടുക്കത്തെ പോക്ക. അതാ ഞാൻ വൈകിക്കണേ. അല്ലാണ്ട് ഈ വയസ്സാക്കാലത്ത് ഇനിയും തിരിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? അതൊക്കെ നിങ്ങൾ കുട്ടികള്. എടാ ഇവർക്ക് വിസിറ്റ് വിസ മാറ്റിട്ട് ഫാമിലി വിസ ആക്കി കൊടുക്കണ. ഇൻഷാല്ലാ മാമ. അനക്ക് വേണ്ട ഒരു എമറേറ്റ് സൈഡിയൊക്കെ. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എന്ത്? മുത്തുട്ടിയെ, ആ അന്ന് ആ ഫിലിപ്പിൻ കുട്ടിക്ക് ഞാൻ കൈ കെട്ടി കൊടുത്തില്ലേ? ആ അപ്പൊ കുട്ടീനോട് ചോദിക്കുക ഡോക്ടറാണോന്ന്. ഓ എന്റെ വാപ്പാറ്റായിട്ട് ഈടെ പയറ്റിയില്ലേ? എന്താ പയറ്റിയാലും നിനക്ക് പാരമ്പര്യമായിട്ട് ഇറങ്ങുന്ന കാര്യല്ലേ. അത് കാര്യ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്താ നിനക്ക് ഇവിടെ ഒരു ജോലി കിട്ടൂലേ? നല്ല തീരുമാനമാണ് കേട്ടാ. ആ തീരുമാനം നല്ലതാണ്. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് വരുമാനത്തിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. ഞാനത് ഗ്രാജുവലി കൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അത് നല്ല തീരുമാനമാണ്. വരുമാനം കൂട്ടാനേ കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ഞാൻ ശ്രമിക്കണം വരുമാനം കൂട്ടാൻ. ഒന്ന് പോടാ അവിടുന്ന്. അതല്ല മാമ, പിന്നെ എനിക്കിപ്പോൾ പറന്നു വരാൻ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറന്നു വരുമ്പോൾ ഇവരെ കൂടെ എൻ്റെ ചെറുകിൻ്റെ അടിയിൽ ഉണ്ടാവൂലേ? അങ്ങനെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തെന്നാൽ മാത്രം മതി. മുത്തുട്ടിയെ, ഇങ്ങളാ ചെറുക് വെച്ച് പറഞ്ഞോളി. ഞാൻ എന്റെ സ്വന്തം ചെറുകിന്റെ കാര്യല്ലേ പറഞ്ഞേ. ഞാൻ ഇറങ്ങട്ടെ. കുട്ടികളോട് പറഞ്ഞിട്ടില്ല, അറിഞ്ഞ ഓർക്ക് വിഷമാവും. ഓലിറങ്ങട്ടെ. ഞാൻ അബിബിനെ വിളിച്ചോണ്ട്. ആയിക്കോട്ടെ. ഒരു ദിവസം ഉള്ളെങ്കിലും നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ വീട്ടിലൊക്കെ താമസിക്കണേ. ഏതായാലും നിങ്ങൾ വന്നപ്പോൾ ഈ വീട് തരാൻ തോന്നി ഓൻ്റെ ചങ്ങായി മുത്താണ്. എന്നാ ഇറങ്ങട്ടെ. പിന്നെ മോളെ, നിങ്ങൾ ബുർജ് ഖലീഫ കാണാൻ പോകണമെന്ന് കുട്ടികൾ പറഞ്ഞു. പോകുമ്പോൾ പറ്റുമെങ്കിൽ എന്നെ കൂടെ കൂട്ടണം. അതിനെന്താ കുഞ്ഞാക്ക? അല്ല, ഞാൻ ഇതുവരെ ഈ ബുർജ് ഖലീഫ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ പൺ സൈഡിലേക്ക് ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ അതൊരുപാട് ദൂരത്തുനിന്ന്. അപ്പൊ അസ്സലാമു അലൈക്കും. വലൈക്കും. ശരി. ഇന്ന് മുത്തുട്ടി പരീക്ഷയ്ക്ക് പോണ ദിവസമാണ്. ഇനി ആകെ ഒരു വെള്ളിയാഴ്ച മാത്രം ബാക്കിയുള്ളൂ ബുർജ് ഖലീഫ കാണാൻ പോവാന്.